എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആറുമുളേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഹാർദവമായ സ്വാഗതം. ഞാൻ ശ്രീകുമാർ ലാഗടിയാർമുള പള്ളിയോടത്തിൻ്റെ മുൻപാട്ടുകാരനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് കുട്ടികളെ ഉദ്ദേശമാണ്. 10, 12 വരെ പഠിക്കുന്നതും പിന്നെ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വഞ്ചിപ്പാട്ടിൽ കൂടെ അവർക്ക് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലാണ്. സ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ടീമുകൾക്കും എ ഗ്രേഡ് ആയിരിക്കും. ആ ചെല്ലുന്ന ടീമുകൾക്കെല്ലാം 20 മാർക്ക് വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ആദ്യ കൃതിയായ ബാലലീല അല്ലെങ്കിൽ കൃഷ്ണലീല. അത് കൃതിയുടെ യഥാർത്ഥ പേര് കൃഷ്ണലീല എന്നാണ്, അറിയപ്പെടുന്നത് ബാലലീല എന്നാണ്. അതിൻ്റെ ഒരു സ്തുതിപ്പാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 10 വരിയാണ് ആ സ്തുതിപ്പ്. അത് ഞാൻ ബുക്ക് നോക്കിയാണ് പറയുന്നത്. ബുക്ക് നോക്കി പറയുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരക്ഷരം പോലും തെറ്റാൻ പാടില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ സ്തുതിപ്പ് ഇങ്ങനെയാണ്. ദേവദേവൻ ജഗന്നാഥൻ ദേവകീ നന്ദനൻ കൃഷ്ണൻ ദേവ രാമാനുജൻ ശാർങ്ങി ജഗന്നിവാസൻ. ഈ ശാർങ്ങി എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ഒരു പര്യായമാണ് കേട്ടോ. ക്ഷീരവാര നിധി മധ്യേ ശ്രീ അനന്തൻ മെത്തതന്മേൽ ശ്രീദേവിയും ഭൂദേവിയും സഹിതനായി ശ്രീമുനി നാരദനാദി മാമുനിമാർ സേവ ചെയ്തു ശ്രീപതി രാമരാമേതി നാമവും പാടി. നാമവും പാടി എന്നും പറയും, നാമവും പൂണ്ടേ എന്നും ചിലർ പാടും. അത് രണ്ടും ശരിയാണ്. ഇപ്രകാരം ശയിക്കുന്ന പത്മനാഭൻ എന്നാണ്. പത്മനാഭൻ ഭൂമി തന്നിൽ ദുഷ്ടരായ പ്രജകളെ വധിപ്പാനായി. അപ്പൊ 8 വരി കഴിഞ്ഞു. ദ്വാപരമാം യുഗത്തിങ്കൽ മധുരയാം പുരി തന്നിൽ ദേവകി നന്ദനായി ജനിച്ചു കൃഷ്ണൻ. ഇത് ഞാൻ ബുക്കിനകത്ത് നോക്കി പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്ഷരങ്ങൾ തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ തെറ്റ് അഥവാ നമ്മൾ വാഗൊണ്ട് പറയുന്ന സമയത്ത് ചിലപ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ബുക്ക് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അല്ലാതെ അറിയില്ലാഞ്ഞിട്ടല്ല. അപ്പം മനുഷ്യർക്ക് തെറ്റുകൾ പറ്റും. ഇപ്പം നിങ്ങൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില തെറ്റുകൾ പറ്റും. അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ജഡ്ജസ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അപ്പം ഈ ആറന്മുള വഞ്ചിപ്പാട്ട് പാടേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വരി പോലല്ല രണ്ടാമത്തെ വരിക്ക് ഒരു ശകലം നീട്ട് വരും. അപ്പം അത് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പം ഇതിൻ്റെ തന്നെ ആദ്യത്തെ ഒരു വരി നിങ്ങളെ പാടി ഞാനും എൻ്റെ മകനും കൂടെ പാടി കേൾപ്പിച്ചു തരാം. ഇപ്പം ആദ്യം പാടേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഭഗവാന്റെ പാട്ട് പാടുന്നതിന് മുമ്പ് ഭഗവാനെ ഒന്ന് സ്തുതിക്കണം. അത് ഇങ്ങനെയാണ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി. അപ്പം ഇങ്ങനെയാണ് ഹരി ഗോവിന്ദ എന്ന് അവർ പാടും. അപ്പം രണ്ടാമത് ഇത് ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം എൻ്റെ മകനെ കൊണ്ട് ഒന്നുകൂടെ കേൾപ്പിക്കാം നല്ലതായിട്ട്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി. ഇങ്ങനെ പറയുന്നതിന് ശേഷം അപ്പോൾ അന്നേരം പിൻപാട്ടുകാര് ഹരി ഗോവിന്ദ ഇങ്ങനെ പിൻപാട്ടുകാർ പാടും. രണ്ടാമത് ഒരു 2 തവണ 3 തവണ ഇതെടുക്കും. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി എന്ന്. അപ്പൊ രണ്ടാമത് എടുക്കുന്നത് ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി. അപ്പം പിന്നെ രണ്ടാമത് ഗോവിന്ദ. അങ്ങനെ 3 തവണ എടുത്തതിന് ശേഷമാണ് വള്ളം വിടുന്നത്. അപ്പം നിങ്ങൾ
പാട്ട് പാടാൻ തുടങ്ങുന്ന സമയത്തും സ്റ്റേജിലും ഇതുപോലെ 3 ഓണം എടുത്തതിന് ശേഷമേ ഭഗവത് സ്തുതികൾ പാടാൻ പാടുള്ളൂ. അപ്പം നിങ്ങളുടെ പാട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈം 10 ടൈമാണ്, 10 മിനിറ്റാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈം. നിങ്ങൾ 9 മിനിറ്റിന് ശേഷം 9 മിനിറ്റ് കഴിഞ്ഞിട്ടും 10 ഇടയ്ക്കുള്ള പാട്ടുകളാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതിന് ടൈമൊക്കെ ഉണ്ട്. മധ്യകാല പ്രമാണത്തിൽ പാടിയെങ്കിൽ മാത്രമേ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ പാട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 12 വരികൾ പഠിച്ചു വെക്കുക. 12 വരി പഠിച്ചു വെക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സമയം തികഞ്ഞില്ല, സമയം നിങ്ങൾക്ക് കിടപ്പുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 വരി കൂടെ പാടാം. അഥവാ നിങ്ങൾക്ക് അതൊക്കെ പിന്നെ മാർക്ക് വരുന്ന ജഡ്ജസിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ പാട്ടിന്റെ രീതി, ശൈലി, അവരുടെ ആസ്വാദന സുഖം, ഇതൊക്കെ കേട്ടിട്ടാണ് അവർ അക്ഷരസ്ഫുടത ഇതൊക്കെ അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് മാർക്ക് ഇടുന്നത്. അത് ഓരോ ജഡ്ജസിനെ ആശ്രയിച്ചിരിക്കും. മെയിനായിട്ട് നിങ്ങളുടെ അക്ഷരത്തെറ്റുകൾ വരുത്താൻ പാടില്ല. അക്ഷരത്തെറ്റുകൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മാർക്ക് കുറയ്ക്കുന്ന ഓരോ ജഡ്ജസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ എത്ര മാർക്ക് വെച്ചാണ് കുറയ്ക്കുന്നതെന്ന് അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ കൂടുതലും അക്ഷരത്തെറ്റ് വരുത്തരുത്. ശൈലികളൊക്കെ നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വരി നിങ്ങൾക്ക് പാടി ഞാനും എൻ്റെ മകനും കൂടെ കേൾപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആറന്മുള ശൈലി എങ്ങനെയാണ് പാടേണ്ടത്. ഇതിൻ്റെ ആദ്യത്തെ വരി പാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ വരി പാടുന്ന സമയത്ത് ഇങ്ങനെയാണ് ആദ്യത്തെ വരി എടുക്കുന്നത്. ദേവദേവൻ ജഗന്നാഥൻ, ഇങ്ങനെ ഒരു നീട്ട് വരും. രണ്ടാമത്തെ വരി പാടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദേവൻ ജഗന്നാഥൻ, ഇങ്ങനൊരു നീട്ട് രണ്ടാമത്തെ വരിക്ക് വരും. പിന്നെ മൂന്നാമത്തെ വരി പാടി മുഴുക്കും പാടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദേവൻ ജഗന്നാഥൻ ദേവകീ നന്ദനൻ കൃഷ്ണൻ, ഇങ്ങനെയാണ് വരി മുഴുക്കാൻ പാടേണ്ടത്. അപ്പൊ ഞാൻ ഒരു വരി ഞാനും എൻ്റെ മകനും കൂടെ പാടി കേൾപ്പിക്കാം. ഇപ്പോൾ ഈ ഒരു വരി പാടി കേൾപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും വഞ്ചിപ്പാട്ട് എങ്ങനെയാണ് പാടേണ്ടത്. നിങ്ങൾ വരികൾ പഠിച്ചു വെക്കുക, അതിനുശേഷം എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്തു തരാം. ഇതിൻ്റെ ആദ്യത്തെ ഒരു വരി ഭഗവാനെ സ്തുതിച്ചിട്ട് ഞങ്ങൾ ഒരു വരി മാത്രമേ പാടുന്നുള്ളൂ. അത് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബിനകത്ത് ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വരിയിൽ നിർത്തുന്നത്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ദേവദേവൻ ജഗന്നാഥൻ ദേവദേവൻ ജഗന്നാഥൻ ദേവദേവൻ ജഗന്നാഥൻ ദേവകീ നന്ദനൻ കൃഷ്ണൻ ദേവദേവൻ ജഗന്നാഥൻ ദേവകീ നന്ദനൻ കൃഷ്ണൻ ദേവദേവൻ ജഗന്നാഥൻ ദേവകീ നന്ദനൻ കൃഷ്ണൻ ദൈ തകതീയതിത്തോദിത്തോദിത്തോ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പൊ ഇങ്ങനെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേയും പാട്ട് തീർന്നതിന് ശേഷം ഭഗവാനെ സ്തുതിച്ചു വേണം പാട്ടുകൾ നിർത്താൻ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ 10 മിനിറ്റുകളിൽ പാടി തീർക്കാൻ ശ്രമിക്കുക. ഇപ്പം ഈ യൂട്യൂബിനകത്തൊരു പാട്ട് മുഴുവൻ പാടണം എന്ന് ഉണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇതിപ്പം ഞാൻ വരികൾ നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ പാടി നിങ്ങൾക്ക് കേൾപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വരികളുടെ അക്ഷരസ്ഫുടത നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് വരുന്ന വിഷയം. കാര്യം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ ഞാൻ എന്താണ് ഉച്ചരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഞാൻ നിങ്ങളെ എൻ്റെ ആശാനാണ്, ഞാൻ വഞ്ചിപ്പാട്ട് പഠിച്ച എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം ശിവൻകുട്ടി ആശാനാണ്. ആറന്മുളയിലെ ഇപ്പം മുതിർന്ന ഒരു ആചാര്യനാണ് ആറന്മുള ശ്രീ ശിവൻകുട്ടി ആശാൻ മേലുകര. അദ്ദേഹമാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്.
ഒരു ദിവസം ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ആ ടീമുമായിട്ട് വന്ന് ഞങ്ങൾ നിങ്ങളെ ഇത് മുഴുവൻ വീഡിയോ എങ്ങനെയാണ് ഇത് പാടേണ്ടത്, ഇതിപ്പം ക്ലാസ്സുകൾ നടക്കട്ടെ, ഒരു സമയത്ത് ഞാൻ ഇത് പാടി നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് വഞ്ചിപ്പാട്ട് പാടേണ്ടത്, മുഴുവൻ പാടേണ്ടത് എന്നാണ്. ഇപ്പോൾ ഒരു വരി മാത്രമേ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്ന വരികൾ പഠിച്ചു വെക്കുക എന്നാണ്. വരിക്കകത്ത് തെറ്റുകൾ വരുത്താൻ പാടില്ല. അക്ഷരത്തെറ്റ് നിങ്ങൾക്ക് ഒരു അക്ഷരത്തെറ്റിന് അവർ എത്ര മാർക്കാണ് കുറയ്ക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കഴിവതും അക്ഷരത്തെറ്റുകൾ ഇല്ലാതാക്കി നിങ്ങൾ പഠിക്കുക. അപ്പം ഞാൻ ഇന്ന് എൻ്റെ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ്. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ടീമായതിനു ശേഷം അല്ലെങ്കിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ള വ്യക്തികൾക്കും ഞാൻ എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കുന്നതായിരിക്കും. ഈ പാട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പം അത് നിങ്ങൾ പഠിക്കുക. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. വിവാഹത്തിനൊക്കെ പാടുന്ന പാട്ടുകൾ വേറെയാണ്, അതൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിച്ചു തരാം. ഇപ്പം ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിരുവാറന്മുള ജയിക്കട്ടെ.